ശമ്പള പരിഷ്കരണം ഒരു ചെറിയ അനിശ്ചിതത്വം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇന്നലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് 6-ാം തീയതിയാണ്. ഇന്നലെ എന്ന് പറഞ്ഞാൽ 5-ാം തീയതി KN ബാലഗോപാലിൻ്റെ ഒരു ബൈറ്റ് ഏഷ്യാനെറ്റിൽ വന്നിരുന്നു. ഞാൻ ഈ ഡേറ്റ് സമയമൊക്കെ പറയുന്ന അല്ലെ പിന്നെ ഞാനിവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കും. ഏഷ്യാനെറ്റ് ചാനലിലാണ് വന്നത്. 5-ാം തീയതിയാണ് ഞാൻ വന്നത്. നിങ്ങൾ ആർക്കൈവ് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു ബൈറ്റ് വന്നു. ആ ബൈറ്റിൽ ബാലഗോപാൽ പറഞ്ഞത് ശമ്പള പരിഷ്കരണം സജീവ പരിഗണനയിലാണെന്നാണ്. അതിലൊരു അപകടം മണക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. കാരണം പരിഗണിക്കുന്നെന്ന് പറഞ്ഞാൽ പോരല്ലോ, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കും. അതൊരു തിരഞ്ഞെടുപ്പുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞതാണോ? തിരഞ്ഞെടുപ്പിനെ ആരെങ്കിലും കോടതിയിൽ പോയി ചോദ്യം ചെയ്താലോ? കാരണം അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തത് കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ട് സ്വാധീനിക്കാൻ വേണ്ടി ഒരു വാഗ്ദാനം കൊടുത്തതായിട്ട് പറഞ്ഞാലോ ആരെങ്കിലും അതുകൊണ്ട് നടപ്പാക്കുമെന്ന് പറയണ്ട, സ്പെസിഫിക് ആവണ്ട, നമുക്ക് എന്താക്കാം, പരിഗണിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ ഒരു അപകടമുണ്ടോ എന്നൊരു ഞങ്ങൾക്കൊരു സംശയമുണ്ട്. കാരണം ഇതിനകത്ത് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സർവീസ് വെയിറ്റേജ് കൊടുക്കുമോ അറിയേണ്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഫിറ്റ്മെൻറ്റ് അലവൻസ് എത്ര. 20% ഫിറ്റ്മെൻറ്റ് അലവൻസ് കൊടുത്ത സമയമുണ്ട്, 15% കൊടുത്തതുകൊണ്ട് അവസാനം 10%ആണ് കൊടുത്തത്. എത്രയാണ് സർക്കാർ ഉദ്യോഗത്തിന് ഫിറ്റ്മെൻറ്റ് അലവൻസ്? അത് ബാർഗെയിൻ ചെയ്യാതിരിക്കാൻ ഉദ്യോഗസ്ഥരും സർവീസ് സംഘടനകളും ബാർഗെയിൻ ചെയ്യാതിരിക്കാൻ ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കിയിട്ടാൽ കഴിയും. കിട്ടണത് കിട്ടട്ടെ എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അങ്ങനെ പറയുമല്ലോ. നമുക്ക് കിട്ടണത് കിട്ടട്ടെ, പിന്നെ ബാക്കി ഫിറ്റ്മെൻറ്റ് എന്നൊക്കെ പറയാമെന്ന് പറയുന്ന ഒരു 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 എന്താ പറയുക, ഒരു വല്ലാത്ത അവസ്ഥയിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ടെത്തിക്കുമോ എന്നൊരാശങ്ക നമുക്കില്ലാതില്ല. എന്തായാലും KR ജ്യോതിലാൽ വെച്ചിട്ടുള്ളൊരു കമ്മിറ്റി വരാനാണ് ഇപ്പോൾ എല്ലാ സാധ്യതയുള്ളത്. അത് മിക്കവാറും ഡിസംബർ 15 കഴിയുമ്പോൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഡിസംബർ 8-ാം തീയതിയാണ് കോടതി വിധി വെച്ചിട്ടുള്ളത്. കോടതി ഇതിനകത്തൊരു ഡേറ്റ് വെച്ചിട്ടുള്ളത്. അതായത് DA സംബന്ധിച്ചാണ്, ശമ്പള പരിഷ്കരണമല്ല, DA സംബന്ധിച്ച്. അപ്പോൾ ആ DA സംബന്ധിച്ച് കോടതി ഒരു ഉത്തരവ് പറഞ്ഞാൽ ഒരുപക്ഷെ കോടതിയിൽ കമ്മിറ്റ് ചെയ്യും, ഇത് കൊടുക്കാവുന്ന കമ്മിറ്റി ചെയ്യും, പരിശോധിക്കാവുന്നതും കൊടുക്കാവുന്ന കമ്മിറ്റി ചെയ്യും. അങ്ങനെ കമ്മിറ്റ് ചെയ്തതിന് ശേഷം അപ്പോഴാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഒരു വിധി, ഒരു ഉത്തരവ് കിടപ്പുണ്ട്. വിധി എന്ന് പറയാനാവില്ല, കാര്യം ഒരു ഡയറക്ഷൻ കിടപ്പുണ്ട്. അതും കൂടി കറക്റ്റ് ചെയ്യപ്പെട്ടാൽ ഒരു DA കൊടുക്കാൻ സാധ്യതയുണ്ട്. 3% മറ്റോ DA 3-4% കൊടുത്താൽ പിന്നെ 13%-ത്തിൽ ബാക്കിയുള്ളതാണ് പിന്നെ കൊടുക്കേണ്ടി വരിക. അതിനെ ശമ്പള പരിഷ്കരണത്തിൽ ലയിപ്പിക്കാനാണ് സാധ്യതയുള്ളത്. പക്ഷെ അപ്പോഴും ഞാൻ ഈ പറഞ്ഞ സംശയം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ബാലഗോപാലിൻ്റെ ഈ സംഭാഷണം നമുക്ക് വലിയൊരു ആശങ്ക തരുന്നു. അതെൻ്റെ സംശയം, അല്ലെങ്കിൽ ഞങ്ങളുടെ സംശയം, ഫിറ്റ്മെൻറ്റ് അലവൻസും സർവീസ് വെയിറ്റേജും പിടിക്കാനുള്ള ഒരു തന്ത്രമാണോ, ഒരു പ്രഷർ ടാറ്റിക്സ് ആണോ എന്ന് ഒരു സംശയമുണ്ട്. സർവീസ് സംഘടനകളാൽ വീണു പോകരുത്. നിങ്ങൾ വളരെ കൃത്യമായി ഇത് വിജിലൻ്റായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ട്രാപ്പിൽ വീഴും. കാരണം ഞാനിത് പറയുന്നത് ഫിനാൻസ് വകുപ്പിൽ നിന്ന് ഇപ്പോഴിതിൻ്റെ കമ്മിറ്റികളിലേക്ക് വരാൻ പോകുന്ന ആളുകൾ അത്ര ക്ലിയർ അല്ല. അവർ നിങ്ങളുടെ വേതന സേവന വ്യവസ്ഥകൾ വെട്ടും, നിർബന്ധമായി അവർ വെട്ടും.